ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ മൃതദേഹവുമായി ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. അർജുന്റെ സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ തുടങ്ങിയവർ ഒപ്പമുണ്ട്. യാത്രാമധ്യേ അപകടം നടന്ന ഗംഗാവലി പുഴയുടെ തീരത്ത് ആംബുലൻസ് 5 മിനിറ്റ് നിർത്തിയിട്ടു. കാർവാർ MLA സതീഷ് കൃഷ്ണസേലും മഞ്ചേശ്വരം MLA AK അഷറഫും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ സതീഷ് കൃഷ്ണസേൽ അർജുന്റെ കുടുംബത്തിന് കൈമാറും. മൃതദേഹം രാവിലെയോടെ കണ്ണാടിക്കലിലെ വസതിയിൽ എത്തിക്കും. അരുൺ പൂപ്പറമ്പ ആംബുലൻസിനൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ മിഥില ബാലൻ അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളും പങ്കുവയ്ക്കും. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്കാണ്. അരുൺ പൂപ്പറമ്പ, ഈ വാഹനം ഇപ്പോൾ എവിടെ എത്തി? യാത്രാമധ്യേ അപകടം നടന്ന ഗംഗാവലി പുഴയുടെ തീരത്ത് ആംബുലൻസ് നിർത്തിയിട്ടത് വീണ്ടും ഒരു കണ്ണീർ കാഴ്ചയായി മാറി. വിവരങ്ങൾ എന്താണ് അരുൺ പൂപ്പറമ്പ? റിജിത്തെ, ഇപ്പോൾ വാഹനം ഷിരൂർ ടോൾഗേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ എടുത്താൽ ഉടുപ്പിയിലെത്തും. 12 മണിയോടെ കർണാടക അതിർത്തി കടന്ന് കേരളത്തിലേക്ക് പ്രവേശിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അർജുന്റെ അവസാന യാത്രയാണ്. വൈകിട്ട് 6 മണിയോടെയാണ് ഈ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് കാർവാർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഷിരൂരിൽ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അല്പസമയം നിർത്തിയത് ഒരു വൈകാരിക കാഴ്ചയായിരുന്നു. അവിടെ അർജുൻ ഓടിച്ചിരുന്ന ലോറി റോഡരികിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് തൊട്ടരികിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നിലവിൽ ഇപ്പോൾ മറ്റൊരു വാഹനത്തിൽ അർജുന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ നെഞ്ചുലക്കുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. അർജുൻ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ള ഒരു പാതയാണിത്. അർജുൻ എപ്പോഴും ലോറി ഓടിച്ചു പോകുന്ന നാട്ടിലേക്കും തിരിച്ച് ജോലിക്ക് തടി എടുക്കുന്നവരൊക്കെയായി പോകുന്ന ആ പാതയാണിത്. ആ പാതയിലൂടെയാണ് അർജുൻ അവസാനമായി കടന്നു പോകുന്നത്. ഇനിയൊരു മടക്ക ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് വളരെ സങ്കടം ജനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ വേദനാജനകമാണ് എന്ന കാര്യം നിസ്തർക്കമാണ്. 72 ദിവസത്തിന് ശേഷം ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്നും അർജുനെ മൃതദേഹമായി ലഭിക്കുമ്പോൾ നമ്മളത് ഉൾക്കൊണ്ടിരുന്നു, നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ നമ്മുടെ തൊട്ടുമുന്നിലായ അനുഭവം എത്തുമ്പോൾ നേരത്തെ നമ്മൾ അർജുന്റെ ഒപ്പം ആദ്യഘട്ടം അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇവിടെ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്ന ജിതിനും അതോടൊപ്പം അർജുന്റെ സഹോദരനൊക്കെ ആ ആശുപത്രിയിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടതാണ്. അതേ വിങ്ങലോടെ തന്നെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ഈ യാത്രയെ കാണുന്നത്, അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം മുതൽ കേരള ജനത ഒരുമിച്ച് നിന്നിരുന്നു. അവരാരും ഈ കാഴ്ച ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമാണ്. അർജുന്റെ അന്ത്യയാത്ര ഇന്ന് രാവിലെയോടെ കോഴിക്കോട് എത്തിച്ചേരും. ശരി, അർജുൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാട്ടിലേക്കുള്ള അവസാന യാത്ര, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം. മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി. മിഥില, രാവിലെ എത്ര മണിയോടുകൂടി അവിടെ എത്തും എന്നാണ് ബന്ധുക്കളെയൊക്കെ അറിയിച്ചിരിക്കുന്നത്? അവിടെ ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മിഥില? ശ്രീജിത്തെ, അർജുൻ്റെ അന്ത്യയാത്ര, അർജുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടത്തേക്ക്, കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് പുലർച്ചെ 5 മണിക്കാണ് ജില്ലാ അതിർത്തിയായ കഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ സർക്കാരിനെ പ്രതിനിധീകരിച്ച് അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങും. പിന്നീട് അദ്ദേഹം ആ മൃതദേഹത്തെ അനുഗമിച്ച് വീട് വരെ എത്തും. സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. പൂളാടിക്കുന്നിൽ വെച്ചാണ് അതിനുശേഷം 6 മണിയോടെയാണ് നിലവിലെ സാഹചര്യത്തിൽ പൂളാടിക്കുന്നിൽ എത്തുക എന്ന് കരുതുന്നത്. പൂളാടിക്കുന്നിൽ അർജുൻ്റെ സുഹൃത്തുക്കളും അതായത് സഹപ്രവർത്തകർ, അർജുൻ്റെ ഒപ്പം ജോലി ചെയ്ത ലോറി ഡ്രൈവർമാർ അല്ലെങ്കിൽ ലോറി തൊഴിലാളികൾ, അവർ മൃതദേഹം ഏറ്റുവാങ്ങും. അവർ വിലാപയാത്രയായി കണ്ണാടിക്കൽ വരെ എത്തും. കണ്ണാടിക്കൽ നിന്ന് തുടർന്ന് വീട് വരെ അർജുൻ്റെ സുഹൃത്തുക്കൾ, അർജുൻ്റെ നാട്ടുകാർ, അർജുൻ്റെ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ഒരു ജനകീയ കൂട്ടായ്മയായി വിലാപയാത്രയായി അർജുന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് പറയാനുള്ളൊരു കാര്യം, മനാഫ് ഇവിടെ എത്തിയിട്ടുണ്ട് കുടുംബത്തെ വീണ്ടും കാണാൻ. മനാഫിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം കേരളക്കരയ്ക്കില്ല. കാരണം ഈ ഒരു 72 ദിവസം അർജുനായുള്ള തിരച്ചിലിൽ സജീവമായിരുന്ന അർജുൻ്റെ പ്രിയപ്പെട്ട മനാഫ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പം വീണ്ടും കുടുംബത്തെ കാണാൻ എത്തിയിരിക്കുകയാണ്. നാളെ അർജുൻ ഇങ്ങോട്ട് എത്തുകയാണ്. അതെ, നീണ്ട ഒരു 74 ദിവസത്തെ കാത്തിരിപ്പാണ് നാളത്തോട് കൂടിയിട്ട്. 74 ദിവസത്തിന് ശേഷം മലയാളികളുടെ വിജയമാണിത്. ഒരു അസാധ്യമായ ഒരു കാര്യം നമ്മൾ സാധിച്ച്, അതൊരു സാധാരണ മനുഷ്യരാണ് സാധിച്ചത്. ഈ പിന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ, ഒരുപാട്
നേതാക്കന്മാരോടൊക്കെ നമുക്ക് നന്ദിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ തരത്തിലുള്ള സാധാരണക്കാരും ഊണും ഉറക്കും കഴിഞ്ഞ് അവിടെ അർജുനു വേണ്ടി നിന്ന ആളുകളാണ്. ഇവരെല്ലാവരെയും നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ കൂട്ടിപ്പിടിച്ചിട്ടാണ് പോണത്. ഈശ്വർ മൽപ്പേ വരും. ആളുകൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൗത്യം പൂർണ്ണമാക്കിയോ അല്ലേ പാതി വഴിയിൽ നിർത്തിയോ അതൊന്നും ഒരു ഇതല്ല. വന്നോ ആ ഒരു ഇൻറ്റൻഷൻ, അതിനെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നത്. അർജുന് ആഗ്രഹിക്കുക അതന്നയിക്കും. തീർച്ചയായിട്ടും നാട് കണ്ട ഏറ്റവും നല്ലൊരു വരവേൽപ്പും ഒരു സെൻഡ് ഓഫും ഓനക്ക് നമ്മൾ കൊടുക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് പ്രേക്ഷകരോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെ മൊത്തം ഈ നാടിൻ്റെ ഒരു വീടാണിത്. ഈ വീട്ടിലെ ഓരോ അംഗങ്ങളും നമ്മളെ സ്വന്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലുള്ള എല്ലാവരും എൻ്റെ സ്വന്തം. അപ്പം നമ്മൾ ഇവരെ ഒരു തരത്തിലും സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക വേദനിപ്പിക്കരുത്. അവർക്ക് ഓൾറെഡി ഒരു നഷ്ടം വന്നതാണ്. നമ്മളാരും ആയിരിയല്ല. നമ്മളൊക്കെ വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ 2 ദിവസം 3 ദിവസം കൊണ്ട് ആ ബോഡി എത്തും. അതിൻ്റെ ക്രിയാകർമ്മങ്ങൾ കഴിഞ്ഞാൽ നിൽക്കും. 74 ദിവസവും മരണ വീടായി നിന്ന വീടാണ്. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ എന്താക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിഷമിപ്പിക്കാൻ നിൽക്കാൻ പാടില്ല. പിന്നെ ആ മോള് പറഞ്ഞത്, എൻ്റെ അനിയത്തി പറഞ്ഞത് അത് മുബീൻ്റെ ലോറിയാണെന്ന്. സത്യമാണ്, മുബീൻ്റെ ലോറിയാണ്. മുബീൻ്റെ RC ഓണർ മുബിയാണ് വണ്ടി. ഞാൻ ഓൻ്റെ ജ്യേഷ്ഠനാണ്. നമുക്കുള്ളിലൊരു ഇതില്ല. പിന്നെ അപ്പോൾ മുബീൻ്റെ ലോറിയായി കണ്ടിട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആണ്. അപ്പം നമ്മളെ വീട്ടിലെ ഞാൻ ആ വീടിൻ്റെ കുടുംബനാഥനാണ്. എൻ്റെ അനിയൻ്റെ പേരിലാണ് ആ ലോറി ഉള്ളത്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അത് നോക്കണ്ട, മുബിൻ്റെ ലോറിയാണത്. തീർച്ചയായും റിജിത്ത്, മനാഫ് ഇപ്പം പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ കേട്ടു. ഈ കേരളത്തിലെ എല്ലാവരുടെയും ഒരു കുടുംബമായി ഈ വീടിനെ കാണണം എന്നാണ് മനാഫ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ 11 മണിയോടെയാണ് ശവസംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് പൊതുദർശനത്തിന് ഇങ്ങോട്ട് ആളുകൾ എത്തുന്നവർക്ക് എല്ലാവർക്കും അർജുനെ ഒരു നോക്ക് കാണുവാനുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കും എന്നാണ് അർജുൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളത്. മിഥില ബാലൻ അർജുൻ്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. മനാഫും അവിടേക്ക് എത്തിയിട്ടുണ്ട്. മൃതദേഹവുമായി ആംബുലൻസ് നാട്ടിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് യാത്രാമധ്യയിലാണ്. രാവിലെയോടുകൂടി അർജുൻ്റെ വീട്ടിൽ, കണ്ണാടിക്കലിലെ വീട്ടിൽ മൃതദേഹം എത്തിക്കുമെന്നുള്ളതാണ് വിവരം.